മക്കളെ, ഇന്ന് നമുക്ക് ധൂബ് ആ ഗയി എന്ന കവിത പഠിക്കാം. ഓക്കെ, ധൂബ് ആ ഗയി. ധൂബ് പറഞ്ഞാൽ വെയില്, വെളിച്ചം, പ്രകാശം. ഇതൊക്കെ എന്താണ്? ധൂബാണ്. ധൂബ് 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 പറഞ്ഞ എന്താണ്? വെയില്. ആ ഗയി, ആന പറഞ്ഞ വരുക. ആ ഗയി വന്നു, വെയില് വന്നു, അല്ലെങ്കിൽ പ്രകാശം വന്നു. രാവിലെ ആയാൽ എന്താണ്? സൂര്യൻ ഉദിക്കൂ അല്ലേ? സൂര്യപ്രകാശം വരും. സൂര്യൻ ഉദിച്ചു. രാവിലെ ആവുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ട് നമുക്ക് വെളിച്ചം ലഭിക്കും, വെയില് ലഭിക്കും, പ്രകാശം ലഭിക്കും. ഓക്കെ, ധൂബ് ആ ഗയി. നമുക്ക് വായിച്ചു തുടങ്ങാം. ധൂബ് ആ ഗയി സുബഹ് സുബഹ് കി. ധൂബ്, ഇത് ദ എന്ന അക്ഷരമാണ് കേട്ടോ. ദ എന്ന അക്ഷരം, അക്ഷരമാല അടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി പഠിക്കണം. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഏകദേശം ഒരു 10-15 ദിവസം നിങ്ങൾ എന്നും ഒന്ന് കുറച്ച് 2-3 അക്ഷരങ്ങൾ പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പം ദ എന്നിങ്ങനെയാണ് എഴുതുന്നത്. ദ ദ മലയാളത്തിൽ ദ ഇങ്ങനെ വരും. ദ ദ. ധൂബ് നേരത്തെ നമ്മൾ പാ പഠിച്ചതാണ് അല്ലേ? ധൂബ് ആ ഗയി. ആ ഗയി. ഗ ഇ ഗയി. ധൂബ് ആ ഗയി സുബഹ്. നേരത്തെ ഊച്ചിഹ്നം നമ്മൾ പഠിച്ചതാണ്. ഊച്ചിഹ്നം എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഊച്ചിഹ്നം അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഊച്ചിഹ്നം പഠിച്ചാണ് ഫസ്റ്റ് തുടക്കം. സുബഹ് 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 കി. ധൂബ് ആ ഗയി സുബഹ് സുബഹ് കി. കലിയാം പ്യാരി പ്യാരി മഹകീം. കലിയാം ക്യാരി ക്യാരി മഹകീം. കലിയാം ക്യാരി ക്യാരി മഹകീം. കലിയാം ഇത്തനി. ഈ നി കണ്ട, താന്ന് കണ്ടില്ലേ? നേരത്തെ ഞാൻ എഴുതി കാണിച്ചതല്ലേ? അങ്ങനെ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ലേ? അതന്നെയാണ് സംഭവം കേട്ടോ. ഇത്തനി. ഈ നി ഇത്തനി. ഞാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിച്ചതാണ്. എല്ലാ ക്ലാസ്സും തീർച്ചയായിട്ടും കാണണം. ഒരു ക്ലാസ്സും നിങ്ങൾ ഒഴിവാക്കരുത്. ഓരോ ക്ലാസ്സും നിങ്ങൾ കണ്ടാൽ മാത്രമാണ് ശരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് കണ്ടുപോരാ. ഓക്കെ, ഇത്തനി സാരി സാരി. സാ, ഇത് സാ എന്ന അക്ഷരമാണ്. സ എന്താണ്? സ എന്ന അക്ഷരമാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആ ചിഹ്നത്തിന് ഇങ്ങനെ വരിയാണ് ഉണ്ടാവുക എന്നല്ലേ? അപ്പം മലയാളത്തിൽ വരുമ്പോൾ ദീർഘം സാ ഉണ്ടോ? സാരി സാരി. രാ എന്ന അക്ഷരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. സാരി. മഹകീം. മ ഇതാണ് മാ എന്ന അക്ഷരം. എന്തക്ഷരാണ്? മാ എന്ന അക്ഷരം. മഹകീം മഹകീം മഹകീം. ഒന്നുകൂടെ വായിക്കാം. ധൂബ് ആ ഗയി സുബഹ് സുബഹ് കി. കലിയാം പ്യാരി പ്യാരി മഹകീം. കലിയാം ക്യാരി ക്യാരി മഹകീം. കലിയാം ഇത്തനി സാരി മഹകീം. ഇന്ന് നമ്മൾ വായനയാണ് നോക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ അല്ല. നമ്മൾ വായനയാണ് ഇന്ന് നോക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വായിച്ചു നോക്കാം. ഹവാ ബഹ് രഹി ഡണ്ടി ഡണ്ടി. ഹവാ ബഹ് രഹി ഡണ്ടി ഡണ്ടി. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടുത്തി ഉടുത്തി
उड़ती आई चिड़िया। फुदक फुदक कर वे भी चहकी। फुदक फुदक कर वे भी चहकी। ചഹക്കീം ചഹക്കീം ചഹക്കീം. ഒന്നുകൂടെ നോക്കാം. ഹവ, അത് വായാണ് കേട്ടോ. വാ, ഇത് വാ എന്ന അക്ഷരാണ്. ഹവ ബഹ്രഹി, ഇത് ബ കണ്ടോ. നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ എന്ന അക്ഷരാണ് ഇങ്ങനെ വരിക. വാ ഇങ്ങനെ വാ തന്നെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് അങ്ങനെ ഒരു വെട്ട് പോലെ വരച്ചാൽ അത് ബ, ബലൂൺ എന്നൊക്കെ ഉണ്ടല്ലോ, ആ ബായാണ് വായിക്കുന്നത്. ബഹ് രഹി ഡണ്ടി ഡണ്ടി. घूम रही वह ബഹക്കി ബഹക്കി. ഇത് ഹ എന്ന അക്ഷരാണ്, ഇത് ബ എന്നതാണ്. കണ്ടോ അവിടെ ബ എന്ന് എഴുതിയത് കണ്ടോ. ബ. ബഹക്കി ബഹക്കി. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടുത്തി 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 ആയി ചിടിയാം. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഫുദക്ക് 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 കാർ വേ ബി ചഹക്കീം. ഫുദക്ക് ഫുദക്ക് കാർ വേ ബി ചഹക്കീം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കവിത ഉള്ളത്. ഇത് രണ്ടും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. വായനയ്ക്കാണ് ആദ്യം തന്നെ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. 5ാം ക്ലാസ്സാണ്, ഹിന്ദി തുടങ്ങുന്ന ടൈമാണ്. ഈ ടൈമിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് വായന ശീലിച്ചാൽ നിങ്ങൾക്ക് ഹിന്ദി വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ.